എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ട്. ആ സിനിമ ഒന്നും കൂടി അതിനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാതോട് കാതോരം ഇതെല്ലാം നമുക്കൊരു വല്ലാത്തൊരു ഫീലാണോ? അതെ. ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് അതാണ്, ഇനി കാണാനുള്ളവർക്ക് ഒരു സ്പോയിലർ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക. എന്തായാലും എല്ലാവരോടും പറയുക, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തൊക്കെയാണെന്ന് പറയും. സിനിമ കാണാൻ എല്ലാവരും എത്ര ആൾക്കാരുടെ നിങ്ങൾ തന്നെ കണ്ടില്ലേ? ഇതിൽ 2 സ്റ്റോറീസ്, 2 സിനിമയുണ്ട്. 2 സിനിമയുടെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആക്ച്വൽ സിനിമയും കൂടെ ഉണ്ട്. വെരി നൈസ് എക്സ്പീരിയൻസ്. വളരെ ഹാപ്പി. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായിരുന്നു തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. യെസ്, അതിനുശേഷം ആക്ച്വലി അതിനുശേഷം ആദ്യം ചെയ്ത സിനിമ ഇതാണ്. കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബട്ട് ഇറ്റ് വാസ് വർത്ത് ദ വെയിറ്റ്. ശരിക്കും അടുത്തൊന്നും ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയത് നല്ലൊരു അവസരമായിരുന്നു. ആൻഡ് അതിനുവേണ്ടി ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. സിനിമ എല്ലാവരും പോയി കാണണം, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. താങ്ക് യു. അതല്ലേ അഭിനയം. അങ്ങനെയൊന്നും ഞാൻ കാണാറില്ല. ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഗംഭീര സിനിമയാണ്. എല്ലാവരും വന്ന് കാണുന്നത്. നമ്മൾ കാണുന്ന മലയാളത്തിലധികം കാണാത്ത തരത്തിലുള്ള സിനിമയാണ്. അത് സസ്പെൻസ് ആണല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അന്ന് കാണട്ടെ എല്ലാവരും. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അനുസരിച്ച് ഗംഭീര പെർഫോമൻസ്. ഭയങ്കര പരിപാടികളെല്ലാം പിന്നെ ഫാമിലി ആയിട്ട് ഒന്നിച്ചിട്ട് കാണാൻ പറ്റും. അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞു അതിന്റെ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു പടം കണ്ടൊരു ഫീലിൽ ഇറങ്ങി വരാൻ സാധിക്കും. വലിയൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ ഒരു ആവറേജ് പടമായിട്ടും തോന്നും. ആസിഫ് അലി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അടുത്ത് ചെയ്ത എല്ലാ പടത്തിലും ആസിഫ് അലി വളരെ മികച്ച പെർഫോമൻസ് ആണ്. ഈ പടത്തിലേക്ക് വരുമ്പോൾ കിഷ്കിന്താകാണ്ഡത്തിലെ പോലെ വലിയൊരു പെർഫോമൻസിനുള്ള സ്കോപ്പ് ഇല്ലെങ്കിലും ഒരു തലവൻ സിനിമയിലെ കണ്ട പോലെ നല്ലൊരു റോള് തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടിയ റോള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ മമ്മൂക്കാനെ ടിവിയിൽ മാത്രം കണ്ടുവരിച്ചുള്ള മമ്മൂക്കാനെ സ്ക്രീനിൽ അതേ ഒരു സ്റ്റൈലിൽ കാണാൻ പറ്റിയ, പിന്നെ മമ്മൂക്കയുടെ വോയിസ് ഓവർ പടം നല്ല ഒരു സ്റ്റോറി ബേസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ത്രില്ലർ ജോണർ ഫിലിം തന്നെയാണ്, നോ ഡൗട്ട്. ആസിഫിലിയുടെ പെർഫോമൻസ് എടുത്തു പറയാനുണ്ട്. കാരണം പോലീസ് വേഷത്തിൽ എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പൊ കയറി തന്നെ വരികയാണ്. തലവന്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ റേഞ്ച് തന്നെ ഈ പടത്തിലും തന്നിട്ടുണ്ട്. എല്ലാ ഇമോഷണൽ സീനുകളാണേലും ആസിഫ് പക്കയായിട്ട് സ്ക്രീനിൽ പ്രസൻസ് ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് കണത്തി വരാൻ പറ്റുന്ന ഒരു ആസിഫ് മൂവി തന്നെയാണ്. കണ്ടപ്പോ തന്നെ നല്ല പരിചയം പോലെ അയാളെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. ഡയലോഗ് എന്ന് പറയാൻ പറഞ്ഞില്ല. ഡയലോഗ് പറഞ്ഞപ്പോ എനിക്ക് പേടിയെ പറഞ്ഞു. ചേച്ചി വിഷമിക്കുന്ന 5 സിനിമ ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ. ധൈര്യമൊക്കെ തന്ന് നല്ല കൂട്ടായിട്ടാണ് അഭിനയിച്ചത്. അതാണ് എനിക്കൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പിയാണ്. സിനിമയിലൊന്നുമില്ല. പടം നല്ല ഫീലാ, നല്ല സ്ക്രിപ്റ്റ്. പിന്നെ ആസിഫിന് വളരെ വളരെ സൂക്ഷ്മതയല്ല, വളരെ സൂക്ഷ്മതയിൽ മിതമായിട്ട് ഒട്ടും അതിഭാവത്തില്ലാതെ അഭിനയിക്കുന്ന ബിഹേവ് ചെയ്യാണ് പുള്ളി. നമുക്ക് തോന്നുന്നു അത് തന്നെയാണ്, അല്ലാതെ ആസിഫ് അലിയായിട്ട് തോന്നുന്നില്ല. ഗംഭീരമായിരിക്കും എല്ലാവരും. അനുശ്വര, ഷീ ഈസ് റിയലി അമേസിംഗ്. ആസിഫിനെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സോ അനുശ്വരന്റെ കൂടെ ഏകദേശം ഒരു 10-12 ദിവസം നമ്മൾ സെറ്റിൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് അമേസിംഗ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. നല്ല പടമായിരുന്നു. നല്ല എന്താ പറയാ,
സിനിമയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സിനിമ എന്നുള്ള ഒരു രീതിയിൽ ഒരു കേസ് കൊണ്ടുപോകുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, നമുക്കൊന്നും സിനിമയിൽ ശരിക്കും ഇല്ലെങ്കിലും പുള്ളിയുടെ പ്രസൻസ് ഒക്കെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്. ആസിഫൊക്കെ ആയാലും മനുഷ്യരെ ആയാലും നല്ല പെർഫോമൻസ് ആണ്. ഓവറോൾ നല്ല സിനിമ. പലരും ഉണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതൊരു അങ്ങനെ ചിന്തിച്ച് വരാൻ പറ്റുന്ന അങ്ങനെയുള്ള സിനിമയല്ല ഇത്. ഇതൊരു സിനിമയിൽ തന്നെയുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംഭവിക്കുന്ന ഒരു ദുരനുഭവത്തെ എടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കഥ പറഞ്ഞു പോകുന്ന രീതി എങ്ങനെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, പിന്നെ അനശ്വര രാജൻ, പിന്നെ ജഗദീഷ്, മനോജ് കെ ജയൻ, സിദ്ദീഖ് തുടങ്ങിയിട്ടുള്ള നല്ല ഇന്ദ്രൻസ്, നല്ല താരനിരയുണ്ട്. കിട്ടിയവരെല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ഷനും അടിപൊളിയായിട്ടുണ്ട്, ക്യാമറ അടിപൊളിയായിട്ടുണ്ട്, BGM അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷനും എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക്, മികച്ച രീതിയിലേക്ക് പോകുന്ന സിനിമ. എന്തായാലും നല്ല സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നിപ്പോ ഞങ്ങള് പ്രൊമോഷൻ പരിപാടിക്കാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കാണാൻ തുടങ്ങിയത്. പിന്നെ ആസിഫ്ക്ക് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞത്, ആ കമന്റ് പറഞ്ഞ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ